Good afternoon. Welcome to Cool Stock YouTube channel. October 27th Nifty 50 Trading Analysis. Cool Stock SNK Indicator Free Trial ആവശ്യമുള്ളവർ ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക 9400273266. ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസ് നോക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ നഷിത. ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ആവുന്ന നേരത്ത് ബാരിഷ് ആയിരുന്നു. മാർക്കറ്റ് രാവിലെ ഓപ്പണായി. ഓപ്പൺ ആവുന്ന നേരത്ത് എന്താണ് മാർക്കറ്റ് റീഡ് ചെയ്യുന്നത്? ട്രെൻഡ് ബുള്ളിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് ആണ്, POC ബെയറിഷ് ആണ്, മാർക്കറ്റ് സൈഡ് വേസ് ആണ്, സ്ട്രെങ്ത് മീഡിയം, സീറ്റ നെഗറ്റീവ് ആണ്, സിഗ്മയും വോളിയം പോസിറ്റീവ്. യെസ്, ഇന്ന് വോളിയം പോസിറ്റീവ് ആണ്. അതെ, അത് ഒരു പ്ലസ് പോയിന്റ് ആണ്. നമുക്ക് മാർക്കറ്റ് മുന്നോട്ട് പോയി നോക്കാം. ഇപ്പം യെല്ലോ കാൻഡിൽ ഫോം ചെയ്ത് തുടങ്ങി. അതെന്താണ് നമ്മളുടെ യെല്ലോ കാൻഡിൽസ്? മാർക്കറ്റ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, എവറി 3 minutes മാർക്കറ്റ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ രണ്ടാമത്തെ സ്കാനിങ് കഴിഞ്ഞു. ഇപ്പം മൂന്നാമത്തെ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര മണിക്കാണ് സിഗ്നൽ വരിക? ആൽഫ കാൻഡിൽ ഫോം ചെയ്യുന്നത് 9:29. ആൽഫ കാൻഡിൽ ഫോം ചെയ്യും, അവിടെ ആൽഫ സിഗ്നൽ വരും. അത് 9:29 വരിക. ഇന്ന് 9:29 ആൽഫ കാൻഡിൽ വന്ന് ഫോം ചെയ്തു. അതിൽ സിഗ്നലും വന്ന്. ഏതാ സിഗ്നല്? 25900 CE ആണ് വന്നത്. 25900 CE ആണ് ഇന്ന് സ്ട്രൈക്ക് നമുക്ക് കാട്ടിത്തരുന്നത്. ഈ സമയത്ത് ടേബിളിൽ കാണാൻ സാധിക്കുന്നത് സ്ട്രെങ്ത് സ്ട്രോങ് ആണ്, ട്രെൻഡ് ബുള്ളിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് ആണ്, POC ബുള്ളിഷ് ആണ്, സീറ്റ പോസിറ്റീവ് ആണ്, സിഗ്മ പോസിറ്റീവ് ആണ്, വോളിയം നെഗറ്റീവ് ആണ്. സ്കോർ 2/3. ഓക്കെ, അപ്പോൾ ഇപ്പം മാർക്കറ്റ് ഈ സ്കോർ ബോർഡിൽ 3 ഗ്രീൻ ആണ്, ബാക്കി എല്ലാം ബുള്ളിഷാ കാട്ടുന്നത്. ഒരേ ഒരു മൈനസായി കാട്ടുന്നത് വോളിയമാണ്. വോളിയം മൈനസ് ആണ്. ഈ സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കുന്ന റിസ്ക് ഉണ്ടോ സർ? ചെറിയൊരു റിസ്ക് ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് സീറ്റയും സിഗ്മയും ട്രെൻഡും ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോവും POCയും ബുള്ളിഷ് ആയതുകൊണ്ട്, സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നലും സ്ട്രോങ് ആയതുകൊണ്ട് ഇവിടെ റിസ്ക് ഉണ്ടെങ്കിലും അതിന്റെ പെർസെൻറ്റേജ് കുറവാണ്. കൂടുതൽ റിസ്ക് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബാരിഷ് ആയിരിക്കും, വോളിയം ഉണ്ടാവില്ല, ട്രെൻഡും ബാരിഷ് ആയിരിക്കും. സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് സ്ട്രോങ് ആണ്. ഇന്ന് സ്ട്രോങ് ആണ്, മെനിയാന്ന് എന്തായിരുന്നു? വീക്ക് ആയിരുന്നു. അങ്ങനെ സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത്തും വീക്കാണ്, വോളിയവും ഇല്ല, സീറ്റയും സിഗ്മയും മൈനസ് ആണ് എന്നുണ്ടെങ്കിൽ റിസ്ക് കൂടി. ഇവിടെ ഇപ്പൊ റിസ്ക് ഉണ്ട്, പക്ഷെ ചെറിയൊരു റിസ്കേ ഉള്ളൂ. കാരണം കമ്പയർഡ് ടു അതർ സിഗ്നൽസ് എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് വോളിയം മാത്രമാണ് മൈനസ്. നമുക്ക് ട്രേഡ് മുന്നോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. അടുത്ത കാൻഡിലേക്ക് വരുന്നു. അപ്പോഴും ഡൗൺ ആണ്, ജസ്റ്റ് നമ്മളെ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ സ്ട്രൈക്ക് ഇടണം. ഏതാ സ്ട്രൈക്ക് ഇടേണ്ടത്? 25900 CE. 25900 CE എവിടെയാണ് നമ്മൾ ബൈ പ്രൈസ്? നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? 9:29 ആൽഫ കാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. 9:25 ആൽഫ 9:29 കാൻഡിൽ ഫോം ചെയ്യുമ്പോൾ, കാരണം 9:29 ഇൻഡെക്സിൽ നമുക്ക് സിഗ്നൽ വരാം. അപ്പൊ അതേ നേരത്ത് ഉള്ള സ്ട്രൈക്കാണ്, അതേ സ്ട്രൈക്ക് അതേ നേരത്ത് ആ സിഗ്നൽ വരണം. മുന്നോട്ട് പോയി നോക്കുക, വന്നിട്ടുണ്ടോ, എത്രയ്ക്കാണ് അത് വന്നത്. അവിടെ ബൈ പ്രൈസും ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കാട്ടും ആൽഫ കാൻഡിലിൽ. 3 മറ്റേ സ്കാനിങ് കാൻഡിൽ കഴിഞ്ഞു. സമയം 9:29. 9:29 സിഗ്നൽ ആക്ടിവേറ്റ് ആയി. ബൈയിങ് പ്രൈസ് 110. ബൈയിങ് പ്രൈസ് 110. ടാർഗറ്റ് 123. സ്റ്റോപ്പ് ലോസ് 97. ഈ സ്ട്രൈക്ക് ഇടുന്ന നേരത്ത് നമ്മൾ ഇതിൽ കാണുന്ന പോസിറ്റിവിറ്റി എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് ആണ്, സീറ്റ സിഗ്മ വോളിയം മൂന്നും പോസിറ്റീവ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് ആണ്, വോളിയം ബുള്ളിഷ് ആണ്, POC ബുള്ളിഷ് ആണ്. ആകെ ഒരു മൈനസ്. പിന്നെ ഇതിൽ ഈ സ്ട്രൈക്കിൽ കാണുന്ന എന്താണ്? മാർക്കറ്റ് സൈഡ് വേസ് ആണ്, ട്രെൻഡ് ബാരിഷ് ആണ്, സിഗ്നൽ ഓഫ് ദ മീഡിയം ആണ്. ഓക്കെ, ഇപ്പൊ സ്കോറിംഗ് എത്രയാണ്? 3/3 3/3 ആണ് സ്കോറിംഗ്.
അപ്പൊ ഇവിടെ നമുക്ക് ഈ സ്ട്രൈക്ക് ഇവിടെ ഓർഡർ എക്സിക്യൂട്ട് ആയി ഇവിടെ ഇത് നമ്മൾ വെയിറ്റ് ഇത് എടുക്കല്ലേ, ഈ ട്രേഡ് എടുക്കല്ലേ? വെരി ഗുഡ്. ഈ ട്രേഡ് ഇപ്പൊ നമ്മളുടെ ഓർഡർ എക്സിക്യൂട്ട് ആയി. എത്രയ്ക്ക്? 110 എക്സിക്യൂട്ട് ആയി. നമ്മളെ ടാർഗറ്റ് 123. അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഒരു ഓർഡർ 9:29 കാൻഡിൽ വന്ന് 9:30 ക്ലോസ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ ബൈ പ്രൈസ് ലെവലിലേക്ക് വന്ന് ഓർഡർ എക്സിക്യൂട്ട് ആവാണെന്നുണ്ടെങ്കിൽ ആ നേരത്ത് ഓർഡർ എക്സിക്യൂട്ട് ആവുന്ന നേരത്ത് വോളിയം കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം അലൈനായി വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടാർഗറ്റ് 5-8 മിനിറ്റ് കൊണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഇവിടെ നമ്മളുടെ ഓർഡർ എക്സിക്യൂട്ട് ആയ കാൻഡിൽ 9:31 കാൻഡിലാണ്. ആ നേരത്ത് വോളിയം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത നിയർലി 75 to 80% ഉണ്ട്. നോക്കാം. 31, 32, അടുത്ത കാൻഡിൽ 33, 34. ട്രെൻഡ് ബുള്ളിഷായി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷായി, സീറ്റ സിഗ്മ ബുള്ളിഷാണ്, POC ബുള്ളിഷാണ്. ടാർഗറ്റ് അച്ചീവ് ചെയ്തു. കണ്ടോ? ടാർഗറ്റ് എത്ര? 9:37 7 മിനിറ്റ് കൊണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഇപ്പൊ മനസ്സിലായോ എങ്ങനെ ഇതിൽ ട്രേഡ് എടുക്കേണ്ടതെന്ന്? ഇതിൽ ട്രേഡ് നമ്മൾ ഓൾറെഡി ട്രേഡ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടുള്ള കാൻഡിൽ കളേഴ്സ് വേറെ ആയിരിക്കും. ടാർഗറ്റ് അച്ചീവ് ആയ കാൻഡിൽ തൊട്ടിട്ട് പിന്നെയും അത് ഗ്രീനായി മാറും. അപ്പൊ വൺസ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് നമ്മളുടെ ഓർഡർ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ആ കാൻഡിലിന്റെ കളേഴ്സ് ചേഞ്ച് ആവും. അപ്പൊ അവിടെ നമ്മൾ ട്രേഡിലുള്ള നേരാണ്. എപ്പോഴാണോ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ആയി കഴിഞ്ഞാൽ ആ കാൻഡിലിന്റെ കളർ മാറി. അപ്പൊ ഇന്ന് നമ്മൾ 110 വാങ്ങി, നമ്മളുടെ ടാർഗറ്റ് 123 നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതിന്റെ ശേഷം ഇത് മേലോട്ട് പോയോ? പോട്ടെ. നമ്മള് ഒരു നല്ല സക്സസ്ഫുൾ ട്രേഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളുടെ ഒരു പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര റുപ്യയിലാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നതെന്നുള്ളത് തീരുമാനിക്കണം. ട്രേഡ് എടുത്തേ വഴിക്ക് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എക്സിറ്റ് അടിക്കുകയാണ് വേണ്ടത്. അതല്ല, എക്സ്പീരിയൻസ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് പോവാം. പക്ഷെ അതിന് നല്ല എക്സ്പീരിയൻസ് വേണം, നല്ല സ്കില്ല് വേണം. സ്കില്ലില്ലാത്തവൻ ഈ ഡെയിലി ഇൻഡിക്കേറ്റർ പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൽ ബുക്ക് ചെയ്തിട്ട് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഡെയിലി ഒരു ട്രേഡ് എടുക്കുക. സെക്കൻഡ് ട്രേഡും തേർഡ് ട്രേഡിലേക്കും പോകണമെന്നില്ല. ഒറ്റ ട്രേഡ് എടുക്കുക, ആ ട്രേഡിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്യുക. ഇതാണ് ബെറ്റർ, സേഫർ. ഇത് മുന്നോട്ട് പോകുന്ന നേരത്ത് ഇത് കൂടുതൽ പ്രോഫിറ്റ് നമ്മൾ കാണും എന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ആ പ്രോഫിറ്റ് അതേപോലെ ടാർഗറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും മേലെ പോവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടാർഗറ്റ് പ്രൈസ് ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് റിട്ടേൺ അടിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഇൻഡിക്കേറ്ററിൽ മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയ്യേഴ്സ് ബൈ ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളും ബൈ ചെയ്യുന്നത്. അവർ എക്സിറ്റ് അടിക്കുന്നത് ഈ 12 to 15% പ്രോഫിറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എക്സിറ്റ് ചെയ്യും. അപ്പൊ നമ്മളുടേത് 12% ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ആ 12% നമ്മൾ എക്സിറ്റ് അടിച്ചാൽ നമ്മൾ സേഫർ സൈഡായി. നേരം പോകുന്തോറും ചിലപ്പോൾ അത് കയറി അയക്കാം. പക്ഷെ ഇവിടെ ഒക്കെ നോക്കിയാൽ കാണാം അത് അവിടെ വെച്ചിട്ട് ഇവിടെ ഒക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നത് കൊണ്ട് ഇത് എത്ര ബുള്ളിഷ് ആണെങ്കിലും ഇത് തിരിയാനുള്ള സാധ്യതകൾ ചില ദിവസങ്ങളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. ടാർഗറ്റ് അച്ചീവ് ആയിട്ട് അതേപോലെ തിരിച്ച് സ്റ്റോപ്പ് ലോസിന് അടുത്തേക്ക് വരെ എത്തുന്നത്. യെസ്, പലപ്പോഴും നമ്മൾ കണ്ടതാണ്. നമ്മൾ പറഞ്ഞ ടാർഗറ്റ് എത്തിയ ശേഷം അത് തിരിച്ചിട്ട് അതേ സ്പീഡിൽ അത് താഴത്തേക്ക് പോകുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ഈ ഇൻഡിക്കേറ്റർ എവിടെയാണോ ബൈ ചെയ്യാൻ പറയുന്നത് അവിടെ ബൈ ചെയ്യുക, എവിടെയാണോ സെല്ല് ചെയ്യാൻ പറയുന്നത് അവിടെ സെല്ല് ചെയ്യുക, എന്നിട്ട് അന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്യുക. ഓക്കെ സർ, താങ്ക് യു. ഒക്ടോബർ 27 നിഫ്റ്റി 50 ട്രേഡിംഗ് അനാലിസിസ് ആണ് എന്നിവിടെ പറഞ്ഞത്. നിഫ്റ്റി 50 ഇൻട്രാഡേ അനാലിസിസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.